ഇന്നലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലെ ദീപക് എന്ന് പറയുന്ന ആൾ ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പെണ്ണ് സോഷ്യൽ മീഡിയയിൽ അവിടെ ശരീരത്ത് മുട്ടി എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ട് അത് മറ്റുള്ളവരത് ഏറ്റി പിടിച്ചു. കാരണം അവൾക്ക് അവിടെ വീഡിയോ റീച്ച് കിട്ടാനും അതുപോലെ ലൈക്കും ഒക്കെ കിട്ടാനും ഫോളോവേഴ്സ് കൂടാനും വേണ്ടി അവൾ കാട്ടിക്കുട്ടിയ ഒരു കാര്യമായിരുന്നു അത്. അയാളെ പ്രായമായ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അയാളൊരു സെയിൽസ്മാൻ ആണെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ വീട്ടിലെ ഏകയുള്ളൊരു അത്താണിയായിരുന്നു. നാട്ടുകാരൊക്കെ ഒന്നടങ്കം പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വീഡിയോയ്ക്കകത്ത് അയാൾ കാണിച്ചതും അത്ര നല്ലതല്ല. പക്ഷേ എന്നാലും എന്തിരുന്നാലും ഇപ്പം ഒരു പെണ്ണ് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു മൊബൈൽ എടുത്ത് വെച്ച് ഒരു പുരുഷനെ അപമാനിക്കാനായിട്ട് നിന്ന് കൊടുക്കുമ്പോൾ അവിടെ ശരീരത്തെ തന്നെയാണ് അവൾ അപമാനമായിട്ട് കരുതുന്നത്. കാരണം അവിടെ ശരീരത്താണ് മുട്ടിക്കുന്നത്. അവൾ പറയുന്നുണ്ട്, ഫ്രണ്ടിലൊരു ആൾ നിൽക്കുന്നുണ്ടായിരുന്നു, ആ ആളെ തട്ടുകയും മുട്ടുകയും ചെയ്തത് കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് അപ്പോൾ എന്നെയും തട്ടിയ അവൾ ആ വീഡിയോ കാണുന്നവർക്ക് പ്രത്യേക അത് സ്ലോ മോഷനിൽ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അവൾ നിന്ന് കൊടുക്കുന്നതും. ഇപ്പം ഒരു പുരുഷന് ഒരു പെണ്ണിൻ്റെ പ്രൈവറ്റ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് തൊടുമ്പോൾ അവിടെ അവൾക്ക് അങ്ങനെ ഒരു ഇല്ലാതെ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ അവൾ എന്തുകൊണ്ട് അവിടെ അന്നേരം പ്രതികരിച്ചില്ല? അവൾ ആദ്യം ചെയ്തത് അവൾ വീഡിയോ എടുത്ത് റീച്ച് കൂട്ടാനാണ് അവൾ ശ്രമിച്ചത്. അയാൾക്കും കുടുംബമുണ്ട്, വീടുണ്ട്, അച്ഛനും അമ്മയുണ്ട്, മിത്രങ്ങളുണ്ട് എന്നൊന്നും വിചാരിക്കാതെയാണ് അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതെങ്കിലും കണ്ട് അയാൾ നേരെയാകുന്നു. ശരിയാണ്, അയാൾ നേരെയായി, മണ്ണിൻ്റെ അടിയിലോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതാണ് അങ്ങനെ നേരെയായിട്ടുണ്ട്. അവൾ ആ ഒരു സമയത്ത് ബസ്സാണ്, യാത്ര ചെയ്യുന്നവരാണ്, 10 പേരെ വിളിച്ചു കൂട്ടി അതിനുള്ള പോകുമ്പോഴേ അവൾ ചെയ്യാതെ കണ്ട് ഈ ഒരു ഷോയാണ് അവൾ ചെയ്തു വെച്ചിരുന്നത്. എന്നിട്ട് അവൾ ഇതൊക്കെ പറയാൻ അവൾക്കൊരു ഉളുപ്പില്ല. പക്ഷേ എന്നിട്ട് ഇപ്പം ഇങ്ങനെയുള്ള ഒരു പെമ്പിള്ളാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീമാരെ പോലുള്ളവളുമാർ നിമിത്തം നല്ലതായിട്ടുള്ളവർക്ക് വരെ ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. ആണായാലും പെണ്ണായാലും എല്ലാത്തിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില തെണ്ടിത്തരം പിടിച്ചവളുമാരും അവന്മാരും കാണും കേട്ടോ. ആ കൂട്ടത്തിലുള്ളതാണ് അവൾ. കാരണം അവൾക്ക് ആ മനുഷ്യരോട് എന്തെങ്കിലും ഒരു നീരസമോ അപ്പോഴത്തെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ അവൾ ആ സമയത്ത് അവൾ അത് ചെയ്യണമായിരുന്നു. അവൾ ആ സമയത്ത് ചെയ്യാതെ കണ്ട് അത് വീഡിയോ എടുത്ത് പുറലോകത്ത് സോഷ്യൽ മീഡിയ വഴി ഇപ്പം മനുഷ്യനെ നിയന്ത്രിക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയ വഴി. ഈ സോഷ്യൽ മീഡിയ ഒന്നുമല്ല ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മളാണ് നമ്മുടെ ശരീരത്തെ നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത്. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് പുറത്തിടുമ്പം അവൻ ചെയ്ത് തെറ്റാണെങ്കിൽ അതിൽ തെറ്റാണ് അവൾ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ നിന്നുകൊടുത്തു. അവൻ തട്ടാൻ വേണ്ടി അവൾ നിന്നുകൊടുത്തു. അവൾ നിൽക്കുന്ന ആ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഇപ്പോഴെന്താണ് പറ്റിയേക്കുന്നത്? അവൻ എന്തായാലും ഇതെല്ലാം അറിഞ്ഞ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും. പക്ഷേ ഈ നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ട് ആ പാമ്പിടിച്ച ഒരാൾ അങ്ങേർക്ക് മനസ്സിനത്ര കട്ടിയൊന്നും ഇല്ലായിരിക്കും. കാരണം പുറത്തുള്ളവർ ഇനി എന്നെക്കുറിച്ച് എന്താണ് കരുതുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇപ്പം ആർക്കാണ് നഷ്ടപ്പെട്ടത്? കുടുംബക്കാർക്കും ആ അച്ഛനും അമ്മയ്ക്കും ഒക്കെയാണ്. ഇവക്ക് അത്രയും കൂടെ റീച്ച് കിട്ടി, ഇവൾ അങ്ങ് നല്ല ലെവലായി. ഇങ്ങനെയുള്ളവന്മാർ ഒന്നെങ്കിൽ ബസ്സിൽ കയറുമ്പോഴും ട്രെയിനിൽ കയറിയാലും ബസ്സിൽ കയറിയാലും ആൾക്കാർ ഈ ഒന്ന് തട്ടിയും മുട്ടിയൊക്കെ എല്ലാവരും ഇരിക്കും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഒതുങ്ങി കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പോഴേ ഒരു ഫോണും എടുത്ത് കൈ പിടിച്ച് വെച്ചുകൊണ്ട് എന്നെ അത് ചെയ്ത് എന്നെ ഇത് ചെയ്ത് ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഇപ്പം എല്ലാം ബസ്സിലെയും ട്രെയിനിലെയും എല്ലാം ഒരു ട്രെൻഡിങ് വീഡിയോ ഇട്ട് ഇതൊക്കെ നീയൊക്കെ നിർത്തിക്കോ. ഇങ്ങനെ ഒരാൾ സത്യസന്ധമായിട്ട് പരാതി പോയാൽ പോലും നാട്ടുകാരായാലും പോലീസുകാരായാലും വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് നീമാരിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീമാർ നിമിത്തം ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർക്കും നിന്നെ പോലുള്ളവളുമാർ നിമിത്തം അപമാനമായിക്കൊണ്ട് മാറുകയാണ്. നിനക്കൊക്കെ അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ പിന്നെ എന്താ പറയുക, വല്ല ഇരുമ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങൾ ശരീരത്തിൽ ഇട്ടുകൊണ്ട് നടക്കാതാകുമ്പോഴും തട്ടും മുട്ടും ചെയ്യത്തില്ല. അതല്ല, വേണ്ട പോട്ടെ. നീക്ക് കാറ് മേടിച്ചില്ലെങ്കിൽ സ്വന്തമായിട്ട് നീയൊക്കെ അങ്ങ് പൊയ്ക്കോ. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകം വണ്ടി, പുരുഷന്മാർക്ക് പ്രത്യേകം വണ്ടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നീ സർക്കാരിനോട് പറ. അത്ര നിനക്കൊന്നും നിൽക്കാൻ വയ്യാന്നുണ്ടെങ്കിലും അങ്ങനെയല്ലേ ചേട്ടാ. ഇതിപ്പോൾ ഒരാളുടെ ജീവിതം നശിച്ച് എന്തായാലും ഇപ്പം നീ നിമിത്തം ഒരാളുടെ ജീവൻ പോയി. ഇപ്പോൾ ആ ജീവൻ നിനക്കായിട്ട് കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഈ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ആണോ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുക, അതിനകത്ത് വീഴുന്ന ബാഡ് കമൻറ്റും അത് മറ്റുള്ളവരെ അത് അങ്ങനെ എന്തുമാത്രം. ഇപ്പോൾ ഒരാൾ മരണത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മരണത്തിൽ പോയ ആ ഒരു വ്യക്തിക്ക് എന്തുമാത്രം മനോവിഷമവും കാര്യങ്ങളും അങ്ങനെ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും ആ പുള്ളി മരണത്തിലോട്ട് പോയത്. ആ ഒരു കാര്യം പോലും
ഇവൾ ചിന്തിച്ചില്ല. അവൾ അന്നേരം പറയുന്നത് എന്തെന്നറിയുമോ, അത് ആ പുള്ളിക്കാരൻ നേരെയാകാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്നാണ് ഇവൾ പറയുന്നത്. ഇവക്കൊക്കെ ഇതിൽ നിന്ന് എന്ത് സുഖമാണ് കിട്ടുന്നത്. 10 പേര് ലൈക്ക് അടിക്കുന്നുണ്ടായിരിക്കും, കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ടായിരിക്കും, ബാഡ് കമൻറ്റോ. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവളെയാണ്. ഇവള് നിന്ന് കൊടുത്തിട്ടാണ് അവൻ തട്ടിയത്, അല്ലെങ്കിൽ അവൻ തട്ടത്തില്ല. ഇപ്പോൾ ഒരു പെണ്ണിന് പൂർണ്ണ സമൂഹത്തോടുകൂടി നിൽക്കുകയാണെന്നെങ്കിൽ മാത്രമേ കണ്ട ആണുങ്ങൾ കയറി തട്ടുകയും മുട്ടുകയും ചെയ്തോളൂ. അവൾ ഒരു നോട്ടത്തിൽ ആ ആണുങ്ങളെ ഒറ്റ നോട്ടം നോക്കിയാൽ മതി, അവന്മാർ അവിടെ നിൽക്കും. അപ്പം അത് ചെയ്യാതെ കൊണ്ട് അവൾ ആ സമയത്ത് വീഡിയോ പിടിച്ച് അത് ഭയങ്കര ഇതായിട്ട് ഇരുന്ന് നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അവൾ ആഘോഷിക്കുകയായിരുന്നു, അവൻ്റെ തട്ടിലും മുട്ടിലും അവൾ ആഘോഷിച്ചിട്ട് അവൾ റീച്ചിന് വേണ്ടി അവനെ അങ്ങ് കുറ്റക്കാരനാക്കിയിട്ട് എടുത്തത് സോഷ്യൽ മീഡിയയിലോട്ട് അപ്ലോഡ് ചെയ്ത്. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങൾ? ഇവിടെ പേര് വേണം കേസെടുക്കാനാണ്. ഇവൾ നിമിത്തം നരഹത്യക്ക് കേസെടുക്കണം. ഇവരിൽ നിമിത്തം ആ പുള്ളിക്കാരൻ ദീപക് മരിച്ചതിന് നരഹത്യക്ക് ഇവിടെ പേര് കേസെടുക്കണം.